എങ്കിൽ പിന്നെ ആളാരാണെന്ന് കണ്ടോളൂ. ഇറങ്ങി വാ. ശാന്തി, മര്യാദയ്ക്ക് സാറിന്റെ കൂടെ പോടി വേണേ. ദുബായ്, തന്റെ അഭിപ്രായം എന്താ? സാറ് പറഞ്ഞ പോലെ നടക്കട്ടെ സാറേ. ഒന്നുമില്ലെങ്കിലും നാട്ടിൽ ചെന്നിട്ട് എനിക്ക് പറയാലോ, കൊള്ളാവുന്ന ഒരു തറവാട്ടിലേക്കാ കൃഷ്ണമോളെ കൈപിടിച്ച് കൊണ്ടുപോയിരിക്കുന്നതെന്ന്. അപ്പൊ പിന്നെ ഗോപാലിന് ഇത്തിരി ഐശ്വര്യമുള്ള ആളാണെന്ന് അവരും സമ്മതിക്കുമല്ലോ. ഗോപാലൻ ഐശ്വര്യമുള്ള ഒരാളാണെന്ന് ഞാൻ സമ്മതിച്ചല്ലേടോ. അപ്പൊ എങ്ങനെയാ മോളെ, അച്ഛന്റെ കൂടെ പുഴയോരം വീട്ടിലേക്ക് വന്നു കയറാൻ ഇനി പ്രത്യേകിച്ച് മുഹൂർത്തം വല്ലതും എടുക്കാനുണ്ടോ? മോളെന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല, വല്ലപ്പോഴാ ഇങ്ങനെ നല്ല കാലം വരുന്നേ. നേരെ നോക്കി അതുകൂടെ കളയണോന്ന് ആലോചിച്ചേ. മിടുക്കി, ഇതാണ് പ്രാക്ടിക്കൽ സെൻസ് എന്ന് പറയുന്നത്. എന്നാ പിന്നെ നമുക്ക് യാത്രയായാലോ? ഗോപാല, കൃഷ്ണമോൾ ഇത്രയും വലിയൊരു സ്ഥാനത്തെത്താൻ നിങ്ങളൊക്കെയാ കാരണക്കാരായത്. ഇതെന്തോന്ന് തങ്കം, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? വേറൊന്നുമല്ലേ, ഞങ്ങൾ അവിടെ ചെന്ന് കയറുമ്പോഴേ നിങ്ങളും കൂടി വേണം. അത് വേണം. കുറച്ച് ബന്ധുക്കൾ കൂടി വേണം, എന്നാലേ രംഗം ഒന്ന് കൊഴുക്കൂ. അയ്യോ സാറേ, ഞങ്ങള് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുമല്ലേ, ഞങ്ങൾക്ക് പോണം. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാടോ, നമുക്ക് നാളെ വേറെ എടുക്കാം. അല്ല സാറേ, പോകാതെ പറ്റില്ല. ഇവർ ഐശ്വര്യമായിട്ട് വന്നോട്ടെ, ഞങ്ങൾ ഒരു ദിവസം വന്നിട്ട് ഗംഭീരമാക്കി കളയാം, ഇന്നത്തെ ദിവസം പോലെ. ആയിക്കോട്ടെ. ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചത് ഒരിക്കൽ എൻ്റെ മോളുടെ അച്ഛൻ അവളെ അന്വേഷിച്ചു വരുമ്പോ അവളെ ജീവനോടെ നല്ല സംസ്കാരമുള്ള ഒരുത്തിയായി കൊടുക്കാൻ കഴിയണേന്ന്. തങ്കത്തിന്റെ വാക്ക് പാലിച്ചു. ഇതാ സാറിന്റെ മോള്. തലവേന കൂടുതലാണെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം മോളെ. അയ്യോ വേണ്ട മമ്മി, എനിക്ക് എങ്ങോട്ടും പോണ്ട. എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഒടുവിലത് പരാജയപ്പെടുകയാണല്ലോ മോളെ. പ്ലീസ് മമ്മി, കുറച്ചു നേരത്തേക്ക് എന്നതൊന്നും ഓർമ്മിപ്പിക്കാതെ. എനിക്ക് കുറച്ചൊരു ഒറ്റയ്ക്കൊന്ന് കിടക്കണം. മമ്മിയുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തീർത്തരാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. ഐ എം റിയലി സോറി മമ്മി. വിഷമിക്കണ്ട മോളെ, മോള് കിടന്നു, സമാധാനമായിട്ട് കിടന്നു. മമ്മി കുറച്ച് കഴിഞ്ഞിട്ട് വരാം.
മാം, ഗാഥ മാഡത്തിന് കാപ്പിയോ മറ്റോ? വേണ്ട, മോള് കിടന്നോട്ടെ. കുറച്ചു നേരം കിടക്കണമെന്ന് പറഞ്ഞു. സിനി, എനിക്കുള്ളത് മുഴുവനും ആർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കാം. എൻ്റെ മോളുടെ മനസ്സിന് ആർക്കെങ്കിലും സ്വസ്ഥത ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ. അഭിമാനിച്ചിട്ടുണ്ട്, ആർക്കു മുന്നിലും തോറ്റു കൊടുത്തിട്ടില്ല. ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് അല്പമെങ്കിലും അഹങ്കരിച്ചിട്ടുമുണ്ട്. പുറത്തുനിന്നാരും വന്നില്ല, ശത്രുക്കളുടെ നിഴല് പോലും വീണിട്ടില്ല. പക്ഷെ ഇത്രയൊക്കെ അനുഭവിച്ചു കൂട്ടിയിട്ടും വീണ്ടും ദൈവം എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. എന്റെ മോളുടെ മനസ്സൊന്ന് നേരെ നിന്നിരുന്നെങ്കിൽ, അവള് നവീന്റെ കൂടെ നന്നായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ അന്തസ്സോടെ തലയുയർത്തി പിടിച്ച് നടക്കുമായിരുന്നില്ല ഞാൻ. ഇതിപ്പോ എന്തിനാ എനിക്കിങ്ങനെ ഒരു ജന്മം? അങ്ങനൊന്നും ചിന്തിക്കരുത് മാം. പിന്നെ എങ്ങനെ ചിന്തിക്കണം? വഴിപാടുകള്, പൂജകള്, ഇതൊക്കെ എത്രയെന്ന് വിചാരിച്ചിട്ടാ ഇനി എന്ത് പറഞ്ഞ ഞാൻ അവളെ ഉപദേശിക്ക? എങ്ങനെയാ ശാസിക്ക? ചാവാൻ തോന്നിയിരുന്ന നാളുകളിൽ പിടിച്ചു നിന്നിട്ടുണ്ട്, ജീവിച്ച് കാണിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ മടുത്തുപോയി സിനി. ബിസിനസ്സും ഓഫീസും ഇൻഡസ്ട്രിയിലെ മത്സരങ്ങളൊന്നും എന്റെ മനസ്സിലിപ്പോ വരാറ് കൂടെയില്ല. അതൊക്കെ പോട്ടെ, ഇല്ലാണ്ടായിക്കോട്ടെ. എന്റെ മോളുടെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. കാണുന്നില്ലല്ലോ. ആരാണ് കൂടെ ഉള്ളതെന്ന് അറിയാനിട്ട് ഒരു സമാധാനമില്ല മൂർത്തി. അതെ അതെ. ചേച്ചി, ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നത് ആരെയായിരിക്കുന്നല്ലേ? അല്ലേ മൂർത്തി? അല്ല, പെട്ടെന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഒരു ആകാംക്ഷ കാണുമല്ലോ. ചേച്ചിക്ക് എന്താ തോന്നിയേ? ആരതി എടുക്കണം, ഒരാളെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വരുന്നത് അത്രയും പ്രധാനപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കാൻ അത് പോരെ? നീ ആരെ കൂട്ടിക്കൊണ്ടുവന്നാലും എനിക്കത് പ്രത്യേകതയുള്ള ആളാ. എങ്കിൽ പിന്നെ ആളാരാണെന്ന് കണ്ടോളൂ. ഇറങ്ങി വാ.